പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എത്ര സ്നേഹിച്ചു അല്ലേ? നമ്മുടെ കുടുംബത്തെ എത്ര സ്നേഹിച്ചു. നമ്മുടെ കുടുംബജീവിതം അവൻ എത്ര സന്തോഷമാണെന്നറിയാമോ? നാം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നടക്കുമ്പോൾ അവൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നില്ലേ? ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 9, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ദൈവമക്കളെ, നമുക്കതിന് കഴിയുമോ? ഞാൻ പറയട്ടെ, നമുക്കതിന് കഴിയണം. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ ഹൃദയത്തെ നയിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഫാബ്രിക്കും അവൻ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യട്ടെ. ജനറേഷൻസിന് പോലും നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതും നമ്മൾ ദൈവത്തെ കീഴ്പ്പെടുന്നതും കണ്ട് അവരുടെ ജീവിതം പോലും ട്രാൻസ്ഫോം ചെയ്യപ്പെടുവാൻ ഇടയാകണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ഫ്രെയിം വർക്കും, എവ്രി ആസ്പെക്റ്റ് ഓഫ് അവർ ഫാമിലീസ് ഫ്രെയിം വർക്ക്, അത് ദൈവം സ്ട്രെങ്തൻ ചെയ്യട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ ഭാഗവും നാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാക്കണമേ, നമ്മുടെ കുടുംബജീവിതത്തിൽ എവിടെയൊക്കെ മുറിവുകളുണ്ടോ അതെല്ലാം ഹീൽഡ് ആകും, അതൊക്കെ റിന്യൂഡ് ആകും, അതൊക്കെ റിസ്റ്റോർഡ് ആകും ആൻഡ് മെയ്ഡ് ഹോൾ. പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും ദൈവമക്കളെ. നമ്മളെ ദൈവം പുതുതാക്കി യഥാസ്ഥാനപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മെ റീഡയറക്റ്റ് ചെയ്ത്, നമ്മെ റെക്കൺസൈൽ ചെയ്ത് നമ്മുടെ ഹൃദയത്തെ അവങ്കിലേക്ക് തിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. അവൻ്റെ ആ സ്നേഹത്തെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ ഗുണം നമുക്ക് നമ്മുടെ കുടുംബജീവിതം കൊണ്ട് സാധിക്കുമോ? അവൻ്റെ സ്വഭാവത്തെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബജീവിതം കൊണ്ട് സാധിക്കുമോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളുണ്ട്. ഞാൻ എന്നോട് തന്നെ പറയുക, ഞാൻ കറക്റ്റഡ് ആകാനുണ്ട്. യെസ്, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം തുടർമാനമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കുടുംബജീവിതമാണോ നാം നയിക്കുന്നത്? ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ. ഇൻ പബ്ലിക് ആൻഡ് ഇൻ പ്രൈവറ്റ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇൻ പബ്ലിക് ആൻഡ് ഇൻ പ്രൈവറ്റ്. പബ്ലിക്കിൽ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം, പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എങ്ങനെ? അതുകൊണ്ട് നാം കേൾക്കുന്ന ഓരോ വചനവും നമുക്ക് ഉപകാരമായിട്ട് വരട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലെ സംസാരങ്ങളും ദൈവത്തിൻ്റെ ഹൃദയത്തെയും ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ഉള്ളറകളിലും റിഫ്ലക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകാം. പ്രൈസ് ഗോഡ്. നമ്മെ തന്നെ സൗരഭ്യവാസനയായിട്ട് സമർപ്പിക്കണമെന്നല്ലേ പറയുന്നത്? എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ മാരേജിനെ ഹല്ലേലൂയ ഒരു സൗരഭ്യവാസനയുള്ള യാഗമായി ദൈവത്തിന് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവിനെ അനുസരിപ്പാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഒരു സ്വീറ്റ് സ്മെല്ലിങ് ഫ്രാഗ്രൻസ് പുറത്തു കൊണ്ടുവരട്ടെ. സ്നേഹത്തിൽ നടക്കാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം എത്ര നല്ലതായി നമ്മെ നടത്തുമെന്നറിയാമോ? കാരണം ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തെ ഒന്ന് സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മെ പൂർണ്ണരാക്കുവാൻ, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മെ തികഞ്ഞവരാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് ഒരുമ്പെടാമോ? കർത്താവ് തീർച്ചയായും നമ്മെ സഹായിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 34 വരെ നാം വായിക്കുവാണെങ്കിൽ 12 വർഷമായിട്ട് രക്തസ്രാവമുള്ളൊരു സ്ത്രീയെക്കുറിച്ച് നാം കാണുന്നുണ്ട് അല്ലേ?
ഏറിയ നാൾ അവൾ രോഗിയായിരുന്നു. പ്രൈസ് ഗോഡ്. തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു. കാണാവുന്ന വൈദ്യന്മാരെയൊക്കെ അവൾ കണ്ടു. തനിക്ക് സ്പെൻഡ് ചെയ്യാവുന്നതെല്ലാം സ്പെൻഡ് ചെയ്തു. എന്നിട്ടും ഒട്ടും ഭേദം വരാത്ത ഒരു സഹോദരിയായിരുന്നു. നോ വൺ ഹാഡ് ദ ആൻസർ ഫോർ ഹർ. നോ വൺ ഹാഡ് ദ സൊല്യൂഷൻ ഫോർ ഹർ. നോ വൺ ഹാഡ് ദ ക്യൂർ ഫോർ ഹർ. അവളുടെ പ്രശ്നത്തിൻ്റെ എല്ലാ മാനിഫെസ്റ്റേഷൻസും അവളെ ഒന്നുകൂടെ തളർത്തി. അതെല്ലാം ബ്ലഡിൻ്റെ രൂപത്തിൽ, അതായത് അത് ഇൻറ്റേർണൽ പ്രോബ്ലമാണ്. ലോകമനുഷ്യരുടെ ബുദ്ധിപ്രകാരം കാർണൽ വേയിൽ അവൾ അതിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെങ്കിൽ നടന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ലോകപ്രകാരം കുഞ്ഞെ നിൻ്റെ ഹൃദയത്തിനേറ്റ മുറിവ് നീ ഒന്ന് ചികിത്സിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു അല്ലേ? പ്രൈസ് ഗോഡ്. നിൻ്റെ മാരേജ് ഒന്ന് ഹീൽ ചെയ്യുവാൻ നീ ശ്രമിച്ചു അല്ലേ? പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇപ്പോൾ ഈ സഹോദരിയെ പോലെയല്ലേ? പ്രൈസ് ഗോഡ്. നിൻ്റെ ഇഷ്യൂ ഒന്ന് സോൾവായി കിട്ടുവാൻ തക്കവണ്ണം എത്ര വർഷങ്ങളായി നീ ശ്രമിക്കുന്നു. പ്രൈസ് ഗോഡ്. നീ എവിടെയെല്ലാം ഉത്തരം സെർച്ച് ചെയ്തു പോയോ അവിടെയെല്ലാം ഈ ഇഷ്യൂ നിന്നെ ഫോളോ ചെയ്യുമല്ലായിരുന്നോ? പ്രൈസ് ഗോഡ്. അവൾ വളരെ വൂണ്ടഡാ, പക്ഷേ സ്റ്റിൽ അവൾ സെർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്തു പറ്റി? ഇമോഷണലി അവളങ്ങ് ഡ്രെയിൻഡായിപ്പോയി അല്ലേ? ഫിനാൻഷ്യൽ റിസോഴ്സസിലും അവളങ്ങ് ഡ്രെയിൻഡായി പോയി. ഇന്ന് ഞാൻ രാവിലെ കാലം എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ മാരേജ് ഇറ്റ് ഈസ് ബ്ലീഡിങ് ഓൺ ദ ഇൻസൈഡ് അല്ലേ? ആ ഇൻസൈഡിലുള്ള ആഴത്തിലുള്ള ആ ഹിഡൻ ഇഷ്യൂവിൻ്റെ ചില മാനിഫെസ്റ്റേഷൻ പുറത്ത് കാണാം. ചിലത് വലിയ ആഴത്തിലായിരിക്കാം, പക്ഷേ അതൊക്കെ സ്പിരിച്വലാണ്. ചിലപ്പോൾ ആയിരിക്കാം, അങ്ങനെയുള്ള വിഷയമായിരിക്കാം. പക്ഷേ യേശു കർത്താവ് കടന്നു പോകുന്നു എന്നുള്ള ഒരു ധ്വനി അവളുടെ കാതുകളിലെത്തി. ഉടനെ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി അവൾ തിക്കി വന്നു. ആ ചുറ്റുമുണ്ടായിരുന്ന ക്രൗഡ് ഭയങ്കര ഡെൻസായിരുന്നു. ഇങ്ങനെ മുട്ടിപ്പോയി. അവൾക്ക് യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു ആക്സസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അതുപോലെ ക്രൗഡായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർ പോലും യേശുവിനെ ചുറ്റി ഇങ്ങനെ നിൽക്കുക. അവർക്ക് പോലും അവൾ കടന്നു വന്ന് യേശുവിനെ തൊട്ടത് അവരറിഞ്ഞില്ല. പക്ഷേ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഒരു ഹിഡൻ മെസ്സേജ് ഈ സഹോദരിയുടെ വിശ്വാസത്തിലുണ്ടായിരുന്നത് അവളെ ക്രിസ്തുവുമായുള്ളൊരു എൻകൗണ്ടറിലേക്ക് നടത്തിയെന്ന് കാണുവാൻ കഴിയും. അവളുടെ വിശ്വാസം എത്ര വലുതായിരുന്നു. അവൾ യേശുവിനെ തൊട്ട മാത്രയിൽ, ഹല്ലേലൂയ, ലോകം അവളെ അൺക്ലീനായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ അവൾ ചെന്ന് തൊട്ട മാത്രയിൽ എന്തു പറ്റി? അവൾക്ക് സൗഖ്യം വന്നു. അവളുടെ ബാധ നിന്നു അല്ലേ? ലേവ്യ നിയമം അനുസരിച്ച് ഇങ്ങനെ ഉള്ള ഒരു സഹോദരിക്ക്, ഇതുപോലെ ബ്ലീഡിങ് ഇഷ്യൂ ഉള്ള ഒരു സഹോദരിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. പക്ഷേ ഇവളുടെ വിശ്വാസം, ലുക്ക് അറ്റ് ദിസ് വുമൻസ് ഫെയ്ത്ത്, ഹല്ലേലൂയ. എല്ലാ പ്രോട്ടോക്കോളും അവൾ തെറ്റിച്ച് അവൾക്കൊരു സൗഖ്യം വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നോർമലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ ചവിട്ടി മെതിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് കിട്ടത്തുള്ളൂ. പുറത്തൊത്തിരി ചിലപ്പോൾ ശബ്ദങ്ങളുണ്ടായേക്കാം നമ്മുടെ ഹീലിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യത്തക്കവണ്ണം. ചില ഹല്ലേലൂയ ഗോസിപ്പുകളും റൂമേഴ്സിൽ കൂടെ ഒക്കെ കുഞ്ഞെ നീ കടന്നു പോകേണ്ടി വരാം. പക്ഷെ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ, പ്രൈസ് ഗോഡ്, ബിയോണ്ട് ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ നിൽക്കാതെ നീ ഒരു ഹീലിങ്ങിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമോ? Seek Christ for healing for your marriage. Seek Christ for healing for your family. Seek Christ to heal and transform your family's bloodline. യേശുവിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് തീർച്ചയായും നമ്മെ പൂർണ്ണതയിലേക്ക് വഴി നടത്തും. നാം സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ആരും ശുഭതയില്ലാതെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
ശുഭകരമായി നമ്മെ പ്രവർത്തിക്കുവാൻ അഭ്യസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരം നമ്മെ സൗഖ്യമാക്കും, നമ്മുടെ കുടുംബജീവിതത്തെ സൗഖ്യമാക്കും, നമ്മുടെ തലമുറകളെ സൗഖ്യമാക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ വലിയ കൃപയ്ക്കായ സ്തോത്രം, നിൻ്റെ വലിയ സ്നേഹത്തിനായ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഹിഡനായിട്ട്, കർത്താവെ ഇൻറ്റേർണലായിട്ട് ഉള്ള മുറിവുകൾ, കർത്താവെ കർത്താവെ വേദനകൾ നീ കാണുന്നുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഞങ്ങൾ യേശുവിനെ തൊടുക. യേശു കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തരണം, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.